അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ അനുസ്മരണ ഈ വമ്പിച്ച നിലക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. പ്രതീക്ഷിച്ചതിനേക്കാൾ ജനങ്ങളാണ് ഈ മജ്ലിസിൽ കാണുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു. 300 കുർസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കുർസെല്ലാം ഫുള്ളായിട്ട് കുറേ ആളുകൾ നിൽക്കുന്നത് കാണുന്ന. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും കുർസ് വരും. ഉള്ള സൗകര്യം പൊരുത്തപ്പെട്ട് ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നിർദ്ദേശങ്ങൾ കേട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ പേരിലുള്ള തഹ്ലീലും ദുആവും എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നായി പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ അനുസ്മരണ മജ്ലിസ് അല്ലാഹു കാരണമായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സദസ്സിൻ്റെ ഈ അനുസ്മരണ പരിപാടിയുടെ ഏറ്റവും വലിയ സന്തോഷം ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ നമ്മോടൊപ്പമുണ്ട് എന്നത് ഈ മജ്ലിസിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. ബഹുമാനപ്പെട്ടവരുടെ മുഖം നമുക്ക് കാണൽ അത് ഖുറത്തു സാദാത്ത് തങ്ങളുടെ മുഖം കാണുന്നതിന് സമമാണ് എന്ന് നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുറത്തു സാദാത്ത് തങ്ങൾ നമ്മളാരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ 2 മക്കൾ നമ്മോടൊപ്പം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ കൊണ്ട് നമ്മുടെ പ്രശ്നപരിഹാരങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ, അവരെ മഹബത്ത് വെക്കാൻ, അവരെ കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. യാ ആല ബൈത്തിൻ റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി വൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് വരുന്ന അഹ്ലു ബൈത്തിനെ, ആ കുടുംബത്തെ മഹബത്ത് വെക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ സിഹത്തിന് തന്നെ കാരണമാണ്. ഈമാനിൻ്റെ പൂർണ്ണതക്കല്ല, ഈമാനിൻ്റെ സിഹത്തിന് തന്നെ കാരണമാണ്. 23 വർഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കായിലും മദീനയിലുമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധതയും വേണ്ട പോലെ നമുക്ക് എത്തിച്ചു തന്നു, നമുക്ക് പഠിപ്പിച്ചു തന്നു, നമുക്ക് വിശദീകരിച്ചു തന്നു. അതിന് പകരമായി അള്ളാഹുവിൻ്റെ റസൂലോട് പകരം ചോദിക്കാൻ അള്ളാഹു പറഞ്ഞത്, ഖുൽ നബിയെ തങ്ങൾ പറയണം, ലാ അസ്അലുക്കും അലൈഹി അജ്റ. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയും 23 വർഷം നിങ്ങൾക്ക് ഞാൻ പ്രബോധനം ചെയ്തതിന് പകരമായി നിങ്ങളോട് എനിക്കൊന്നും ചോദിക്കാനില്ല. വെള്ളിയോ പൊന്നോ സ്വർണമോ ഒന്നും ചോദിക്കാനില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് വരുന്ന എൻ്റെ കുടുംബ പരമ്പര അവർ നിങ്ങൾ മഹബത്ത് വെക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ 2 പേരമക്കളെ നമുക്കറിയാം. അതാരാണ്? സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ ഞാൻ നിർത്തുകയല്ല. അയാൾ കുറേ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമോ? ഇല്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ 2 പേരമക്കളാരാ? ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹായുടെ നേരെ 2 മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ കുടുംബത്തോട് അവിടുത്തെ പേരുമക്കളോട് വല്ലാത്ത മഹബത്താണ്, ചെറിയ മഹബത്തൊന്നല്ല. ഹദീസിൽ വിവരിക്കുന്നു, ഒരവസരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 2 പേരമക്കളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ 2 പേരമക്കളെ അവിടുത്തെ മടിയിലിരുത്തി. 2 പേരമക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ മടിയിലിരുത്തി അവിടുത്തെ 2 കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തി. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ദുആ, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ, റഹ്മുർ റഹീമീനായ റബ്ബേ, എൻ്റെ മടിയിലിരിക്കുന്ന ഈ 2 മക്കൾ ഹസൻ ഹുസൈൻ, ഈ 2 മക്കളോട് എനിക്ക് വല്ലാത്ത മഹബത്താണ് അല്ലാഹ്, എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് വാഹിബഹുമാ, എൻ്റെ ഈ 2 പേരമക്കളെ നീയും മഹബത്ത് വെക്കണേ അല്ലാഹ്. പോരാ, വഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, ലോകാവസാനം വരെ എൻ്റെ സന്താന പരമ്പരയെ ആരെല്ലാം മഹബത്ത് വെക്കുന്നുവോ അവരെ മുഴുവൻ ആളുകളെയും നീ മഹബത്ത് വെക്കണേ അല്ലാഹ്. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ പേരമക്കളോട് ഇവിടുത്തെ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്താണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് ഒഴിച്ചിട്ട 2 കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ, രണ്ടാമതായി എൻ്റെ അഹ്ലു ബൈത്ത്, എൻ്റെ കുടുംബം. അത് 2 കൊണ്ട് മുറുകെ പിടിച്ച് നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് ദുനിയാവിൽ നിന്ന് ഈമാനോടെ ബഹുമാനപ്പെട്ട തങ്ങളെ യാത്ര പറഞ്ഞതുപോലെ നമുക്ക് യാത്ര പറയാൻ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷേ ഒറ്റയ്ക്ക് കുറേ സംസാരിക്കേണ്ട ഒരു സന്ദർഭമല്ലെന്ന് എനിക്ക് നിങ്ങൾക്കും ബോധ്യമുള്ളത് കൊണ്ട് ബറക്കത്തിന് വേണ്ടി 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട കൂറത്തെ സയ്യിദു സാദാത്ത് കൂറത്തെ തങ്ങളെ കൊണ്ട് തങ്ങളുടെ അനുഭവങ്ങൾ പലർക്കും ഇപ്പോൾ വിവരിക്കാറുണ്ട്. പലരും പല വേദികളിൽ വിവരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കും ഒരുപാട് അനുഭവങ്ങൾ മഹാനവരുകളെക്കുറിച്ച് വിവരിക്കാറുണ്ട്. എങ്കിലും ആദ്യമായി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മദക്കതങ്ങൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് നമുക്ക് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് മറ്റൊരു അനുസ്മരണ പരിപാടിയിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് തങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒരു 2 വാക്ക് ബർക്കത്തിന് തങ്ങൾ പറഞ്ഞ് നിന്ന് താഴ്ന്നിട്ട് പോയിക്കോളി. അല്ലാഹുവേ, ഈ പറഞ്ഞ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ കരുതി. ഇൻഷാ അല്ലാഹ് അതിന് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഖുറത്തു സാദ് തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ടവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ അഴുനും മദതും നോട്ടവും ഞങ്ങൾക്ക് സദാസമയത്തും നീ ഉണ്ടാക്കിത്തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ മക്കളുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ സമയത്തും ശരിക്കും നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ കൊണ്ടുള്ള അഴുനും സഹായവും അതെല്ലാം നമുക്ക് കിട്ടും. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ഇബ്രാഹിം ഹാജി പടച്ചവനെ, അതുപോലെ നമ്മുടെ സൈൽ പാർക്ക് അബ്ദുള്ള ഹാജി, അല്ലാഹു ഓരോരുത്തരുടെയും പേര് പറയാൻ സമയമില്ല, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.